ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത്. ഓവണും ബീറ്ററും ഒന്നുമില്ലാതെ നോർമൽ ഗ്യാസ് അടുപ്പിൽ വെച്ച് ഉണ്ടാക്കുന്നതാണ് ഈ പ്ലം കേക്ക്. ആർക്ക് വേണ്ടെങ്കിലും ഈസി ആയിട്ട് ഈ പ്ലം കേക്ക് ഉണ്ടാക്കാം. അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്ലം കേക്കാണ് ഇത്. ഇനി റെസിപ്പിയിലോട്ട് പോകാം. കേക്ക് ഉണ്ടാക്കുന്നതിന് ഫ്രൂട്ട്സ് ആദ്യം സോക്ക് ചെയ്യുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കേണ്ട തരത്തിലാണ് ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നത്. അതിന് ഗുട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, ഗ്രേപ്സ് 2 കളറിലെ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ചെറി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്യാം. ഗ്രേപ്സ്, ബ്ലാക്ക് ഗ്രേപ്സ്, ബ്രൗൺ ഗ്രേപ്സ്, ഗുട്ടി ഫ്രൂട്ടി, ചെറി, ഈത്തപ്പഴം. ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്താൽ മതി. ഇത് ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കുന്ന പ്ലം കേക്കാണിത്. കൂടുതൽ ഓറഞ്ച് ജ്യൂസിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതൊന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന തരത്തിൽ മാത്രം ഓറഞ്ച് ജ്യൂസ് മതി. ഇനി അരമണിക്കൂർ ഇത് സോക്ക് ചെയ്ത് വെക്കാം. പഞ്ചസാര കാരമലൈസ് ചെയ്യാം. പക്ഷേ ഇത് കൂടുതൽ ബ്രൗൺ കളറാകാൻ പാടില്ല. വളരെ കുറച്ചൊന്ന് മെൽറ്റായിട്ട് ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് നന്നായി സെറ്റാവേണ്ട, അത് മാത്രമേ ഇത് ചൂടാക്കി എടുക്കുന്നുണ്ട്. പഞ്ചസാര കൂടുതൽ ബ്രൗൺ കളർ ആവാനേ പാടില്ല. ജസ്റ്റ് ഒന്ന് നിറം മാറിയാൽ മാത്രം മതി. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കൂടുതൽ നിറം മാറിപ്പോകാൻ പാടില്ല. ഒന്നിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം. സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഇടാം. അണ്ടിപ്പരിപ്പ് കുറച്ചിടാം. അങ്ങനെ തന്നെ നുറുക്കി വെച്ചിരിക്കുന്ന ബദാമും ചേർക്കാം. ഫ്രൂട്ട്സും പഞ്ചസാര കാരമലും ആയിട്ടുണ്ട്. ഇത് കൂടുതൽ ബ്രൗൺ ആയിട്ടില്ല, ലൈറ്റ് കളറേ ഉള്ളൂ. കൂടുതൽ വെള്ളം ഇതാവാൻ പാടില്ല. കുറച്ച് വെള്ളം ഇതിൽ വേണം, അല്ലെങ്കിൽ നല്ല കട്ടിയായിപ്പോൾ. ഇതിനിട്ട് തണുക്കാൻ വെക്കാം. കംപ്ലീറ്റ് തണുത്തതിന് ശേഷം കേക്കിൽ ചേർക്കാം. മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാം. പിന്നെ പട്ട പൊടിച്ചത് ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ പട്ട പൊടിച്ചതും കൂടി ചേർക്കണം. അന്നേരമാണ് അതിൻ്റെ ആ ഒരു നല്ലൊരു സ്വാദ് ഉണ്ടാവുക. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ കേക്ക് ഉണ്ടാക്കാൻ മുട്ടയുടെ വെള്ള മാത്രമേ എടുക്കുന്നുള്ളൂ, മഞ്ഞ എടുക്കുന്നില്ല. മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാരയുടെ പൊടി ചേർത്ത് ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഫ്രൂട്ട്സ് നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട്, നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പൊടിയിട്ട് മിക്സ് ചെയ്യുക. പൊടി ഒരു 3 തവണയെങ്കിലും നന്നായിട്ട് അരിച്ചെടുക്കണം. എന്നാലാണ് അതിൻ്റെ ബേക്കിംഗ് പൊടിയും ബേക്കിംഗ് സോഡയെല്ലാം നല്ല മിക്സായിട്ട് കിട്ടുള്ളൂ. അടിച്ചെടുത്ത മുട്ടയിലേക്ക് ഈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ചേർക്കാം. കുറച്ചായി ചേർത്തിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇത് നാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇത് പ്ലം കേക്കിൽ ഇട്ട് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു സ്വാദും കൂടി. ഇതും കൂടി കേക്കിൽ ഇടാം. ഇനി ഈ കേക്ക് മിക്സിലേക്ക് മൈദപ്പൊടി കുറച്ചായി ചേർത്ത് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. സ്ലോലി ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. അവസാനം ഉള്ള പൊടിയും കൂടി ചേർത്ത് 3 ഭാഗമായിട്ടാണ് പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നത്.
ഒരുമിച്ചിട്ട് ഒരിക്കലും ഇട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. കുറച്ചായിട്ട് മാത്രമേ മിക്സ് ചെയ്യാൻ പാടില്ല. കേക്ക് ട്രേയിൽ പേപ്പർ വെച്ച് ഈ മിക്സ് അതിൽ ഒഴിക്കാം. ഇതിനി ബേക്ക് ചെയ്യാം. സാധാ നോർമൽ ഗ്യാസ് അടുപ്പിൽ വെച്ചാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. ഇത് ബേക്ക് ചെയ്യാം. ഇത് നന്നായി ചൂടാകാൻ ഇതിൻ്റെ അടിയിൽ ഒരു ലെഡ് വെച്ചിട്ടുണ്ട്. മൂടി വെക്കാം. ഇതിൻ്റെ ഹോള് ഒരു ഫോയിൽ പേപ്പറോ വേറെ എന്തെങ്കിലും പീസ് വെച്ച് ഇത് കവർ ചെയ്യാം. ചൂടാകാൻ 10 മിനിറ്റ് വെക്കാം. ഇത് നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കേക്കിൻ്റെ പാത്രം വെക്കാം. ഇനി ഒരു 50-55 മിനിറ്റ്, ചിലപ്പോൾ 1 മണിക്കൂറൊന്നും എടുക്കും. ചെറിയ തീയിൽ, കൂടുതൽ അങ്ങ് തീ കത്താൻ പാടില്ല, ചെറിയ തീയിൽ ബേക്ക് ചെയ്തിട്ട് എടുക്കാം. കേക്ക് നന്നായി ആയിട്ടുണ്ട്. 45-50 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇത് കൂടുതൽ കത്തിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാവുമ്പോൾ അത് കരിഞ്ഞും പോകും. അതുകൊണ്ട് ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഗ്യാസിൽ വെച്ച് കേക്ക് ഉണ്ടാക്കിയാൽ മതി. നല്ല കേക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇത്. വളരെ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ക്രിസ്മസ് കേക്കാണ് ഇത്. ബീറ്ററും ഓവണും ഒന്നുമില്ലാതെ ഈ കേക്ക് ഉണ്ടാക്കാൻ കഴിയും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.